ആ അതെ, സ്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പുക അല്ലേ, സ്പിറ്റ്. ഇനി എനിക്ക് തുപ്പിയെന്ന് പറയണം. എങ്ങനെ പറയാം? തുപ്പിയെന്ന് പറയണം, കഴിഞ്ഞു പോയത് പറയണം, പാസ്റ്റ് പറയണം. സ്പിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവിടെ നമ്മൾ സ്പാറ്റ് എന്ന് പറയാം. സ്പിറ്റ്, സ്പാറ്റ് എന്നാണ്. സ്പിറ്റ്, സ്പാറ്റ്. ഇതുപോലെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വെർബുകളുണ്ട്, ആക്ഷൻ വേർഡ്സുകളുണ്ട്. ഇതൊക്കെ വളരെ രസകരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ട്രിക്കുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ ആക്ഷൻ വേർഡ്സിന്റെ വെർബുകളുടെയും പാസ്റ്റ് കഴിഞ്ഞു പോയത് ഒരു സൗണ്ട് പാറ്റേൺ ആണ്. സൗണ്ട് പാറ്റേൺ എന്നുവെച്ചാൽ സൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് കാണാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ് ആക്ഷൻ വേർഡ്സ് വെർബുകളുടെ കഴിഞ്ഞു പോയത് പാസ് എന്ന് പറയുമ്പോൾ ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നത്, ഒരേ സൗണ്ടാണ്. എങ്ങനെ നോക്കാം? ഇവിടെ കണ്ടോ, ഒന്നാമതാണ് റൈറ്റ് എന്നാണ്. റൈറ്റ്, റൈറ്റിന്റെ പാസ്റ്റ് ആണെന്ത്? റോട്ട്. ഓ സൗണ്ടാണ്. ഓ, ഇവിടെ കണ്ടോ, ഓ സൗണ്ട്. ഓ, റോട്ട്. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഇനി അടുത്താണ് സ്പീക്ക്. സ്പീക്ക് സംസാരിക്കുക. ഇതിന്റെ പാസ്റ്റ് ആണ് സ്പോക്ക്. ഇവിടെ കണ്ടോ, ഓ സൗണ്ട്. സ്പോക്ക്. റൈറ്റ്, റോട്ട്. സ്പീക്ക്, സ്പോക്ക്. ഓ സൗണ്ട്. ഓ. അടുത്താണ് ടെൽ, പറയുക. ടെൽ. ടെല്ലിന്റെ കഴിഞ്ഞു പോയതാണ് ടോൾഡ്. ഓ സൗണ്ട് എന്നാണ്. ഓ സൗണ്ട്. ടോൾഡ്, ടോൾഡ്. ഇവിടെ കണ്ടോ, ഓ സൗണ്ട്. ഓ. ഇനി അടുത്താണ് ഗെറ്റ്. ഗെറ്റ്, ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക. ഗെറ്റ്. അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഇവിടെ കണ്ടോ, ഓ സൗണ്ട്. ഗോട്ട്, ഗോട്ട്. അപ്പോൾ റൈറ്റ്, റോട്ട്. സ്പീക്ക്, സ്പോക്ക്. ടെൽ, ടോൾഡ്. ഗെറ്റ്, ഗോട്ട്. ഇനി അടുത്താണ് ബ്രിങ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് എന്ന് പറയാം. ഇവിടെ കണ്ടോ, ബ്രോട്ട്. ഓ സൗണ്ട്. ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്. കൊണ്ടുവന്നു എന്നായി. ഓക്കെ, ഇവിടെ ഗെറ്റ് കിട്ടുക, ഗോട്ട് കിട്ടി. ഇനി അടുത്താണ് തിങ്ക്, ചിന്തിക്കുക. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താണ്? തോട്ട്. ഇവിടെ കണ്ടോ, ഓ സൗണ്ട്. തോട്ട്. ചിന്തിച്ചു. തോട്ട്, തോട്ട്. അടുത്താണ് സീ. സീ, സീ എന്നാണ് കാണുക. സീ. അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? സോ. ഓ സൗണ്ട്. ഇവിടെ എല്ലാം എന്താണ്? ഓ സൗണ്ട്. ഓ, ഓ. ഓക്കെ, ഓ സൗണ്ട്. സീ, സോ. സീ, സോ. ഇനി അടുത്താണ് ടീച്ച്. ടീച്ച്, പഠിപ്പിക്കുക. ടീച്ച്. അതിന്റെ പാസ്റ്റ് ആണ് ഇവിടെ ഉണ്ടോ, ടോട്ട്. ടോട്ട്. ഓക്കെ, ഇതാണ് ടി. ടോട്ട്. ഇങ്ങനെയാണ്, TOT. ടോട്ട്. ടോട്ട്, പഠിപ്പിച്ചു. ടോട്ട്. ഇനി അടുത്താണ് ക്യാച്ച്. ക്യാച്ച്, പിടിക്കുക. ക്യാച്ച്. ക്യാച്ചിന്റെ പാസ്റ്റ് ആണ് കോട്ട്. ഇവിടെ കണ്ടോ, കോട്ട്. ഓ സൗണ്ട് ആണ്. ലെറ്റേഴ്സ് AU ആണെങ്കിലും AUG ആണെങ്കിലും പക്ഷെ നമ്മൾ പറയുമ്പോൾ ഓ സൗണ്ട് ആണ്. കോട്ട്. ക്യാച്ച്, കോട്ട്. പിടിച്ചു എന്നായി. ഇനി അടുത്താണ് സെൽ. സെൽ, വിൽക്കുക. അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് സോൾഡ്. ഇവിടെ കണ്ടോ, ഓ സോൾഡ്. സോൾഡ്. സെയിം പാറ്റേണിലെ ഒരേ സൗണ്ടിലാണ് വരുന്നത്. അടുത്താണ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. അതിന്റെ പാസ്റ്റ് ആണ് ബോട്ട്. വാങ്ങി. ബോട്ട്. കണ്ടോ, എല്ലാം എന്താണ്? ഓയാണ്. അവിടെ നോക്കൂ. റോട്ട്, സ്പോക്ക്, ടോൾഡ്, ഗോട്ട്, ബ്രോട്ട്, ടോട്ട്, സോ, ടോട്ട്, കോട്ട്, സോൾഡ്, ബോട്ട്. എന്ത് സിമ്പിൾ അല്ലേ വായിക്കാൻ. ഇനി ഇവിടെ നോക്കാം, ഡ്രൈവ് എന്നാണ്. ഡ്രൈവ്. ഇത് ഡ്രൈവ് എന്ന് വായിക്കരുത്. ഡ്രൈവ് സാധാരണ നമ്മളൊക്കെ അല്ലേ, കുട്ടികളൊക്കെ ഡ്രൈവ് 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 ചെയ്താ ഡ്രൈവ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ഡ്രൈവ്, ഡ്രൈവ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക. അതിനെന്താണ്? ഡ്രോവ്. ഓ സൗണ്ട്. ഡ്രോവ്. ഡ്രോവ്, ഓടിച്ചു. ഡ്രോവ്. ഐ ഡ്രോവ് മൈ കാർ. ഐ ഡ്രോവ് ഹിസ് കാർ. അതാണ് റൈഡ്. ഇത് റൈഡ് അല്ല, റൈഡാണ്. റൈഡ്. റൈഡ്, ഇത് ഓടിക്കുകയാണ്, ബൈക്ക് ഓടിക്കുക. റൈഡ്. ഇതിന്റെ പാസ്റ്റ് ആണ് റോഡ്. ഓ സൗണ്ട്. റോഡ്. ഡ്രൈവ്, ഡ്രോവ്. അതുപോലെ റൈഡ്, റോഡ്. ഇനി അടുത്താണ് ബ്രേക്ക്. ബ്രേക്ക്, ഓടിക്കുക. ബ്രേക്ക്. ബ്രേക്കിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക്. ഓ സൗണ്ട്. ബ്രോക്ക്, ഓടിച്ചു. ബ്രോക്ക്. ഐ ബ്രോക്ക് ദ ചെയർ. ഞാൻ ചെയർ ഒടിച്ചു, ഞാൻ കസേര ഒടിച്ചു. അടുത്താണ് സ്റ്റീൽ. സ്റ്റീൽ, കക്കുക എന്നുള്ളത്. കക്കുക. സ്റ്റീൽ. അതിന്റെ എന്താണ്? പാസ്റ്റ് ആണ് സ്റ്റോൾ. ഓ സോറി. സ്റ്റോൾ. സ്റ്റോൾ. ഇനി അടുത്താണ് ഇത് കണ്ടോ, ഇത്
ടയർ ആണ്, ടയർ. ടയർ ടയർ എന്ന് പറഞ്ഞാൽ കീറുക, ടയർ. ഇതിന്റെ പാസ്റ്റ് ആണ് ടോർ, ടോർ. ഇനി ഒന്നുകൂടി ഉണ്ട് ടിയർ എന്ന് പറയും, ടിയർ അല്ലെ, ഈ സൗണ്ട് ടിയർ. ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ടിയർ. അത് നൗണാണ്, ടിയർ കണ്ണുനീര്. എന്താണ് ഇത്? ടയർ ആണ്, ടയർ. ടയർ കീറുക, ടിയർ കണ്ണുനീര്, അത് മറക്കരുത്. അപ്പോൾ ടയർ എന്താണ്? ടോർ, കീറി, ടോർ കീറി. അടുത്താണ് വെയർ. വെയർ ധരിക്കുക. ഇത് വിയർ അല്ലോ, ഇറ്റ്സ് നോട്ട് വിയർ. ഇത് വിയർ എന്ന് വായിക്കുന്നത് വെയർ ആണ്, വെയർ. വെയർ ധരിക്കുക. വോർ ധരിച്ചു, വോർ ധരിച്ചു. ഐ വോർ എ ടീഷർട്ട് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഒരു ടീഷർട്ട് ധരിച്ചു. ഐ വോർ എ ടീഷർട്ട് യെസ്റ്റർഡേ. ഇനി അടുത്താണ് ബെയർ. ബെയർ, ബെയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക, ബെയർ സഹിക്കുക. ബോർ സഹിച്ചു. ഇത് ആക്ഷൻ വെർബാണ്, വെർബ്. ഓക്കെ, ആക്ഷൻ വേർഡ്സ്, വെർബാണ്. ഇനി ഒന്നുണ്ട് ബിയർ എന്ന് പറയും, അത് നൗണാണ്, പേരാണ്, ബിയർ, ബിയർ. ഓക്കെ, അത് ബിയർ, അനിമൽ, ബിയർ. ഇത് ബെയർ ആണ്, ബെയർ വെർബാണ്, സഹിക്കുക, ബോർ. ഓക്കെ, അടുത്താണ് ഇവിടെ കണ്ടോ, ഇത് നമ്മൾ ഫോർഗെറ്റ് എന്ന് പറയുന്നത്, ഫോർഗെറ്റ്. ഇതിവിടെ ഇവിടെ ആറ് ഉച്ചരിക്കരുത്, ആറ് ഉച്ചരിക്കാൻ പാടില്ല. ഈ ഫ് ഇത് പറയാം, ഫൊഗാറ്റ്, ഫൊഗാറ്റ് എന്ന് പറയാം. എന്താണ്? ഫൊഗാറ്റ്, ഫൊഗാറ്റ് എന്ന് പറയാം, മറക്കുക, ഫൊഗാറ്റ്. അതിന്റെ പാസ്റ്റ് ആണ് ഇവിടെ ഉണ്ടോ, ഓ ഫൊഗോട്ട്, ഫൊഗോട്ട്. നമ്മൾ ഫോർഗെറ്റ്, ഫോർഗോട്ട് എന്ന് പറയും, അത് തെറ്റാണ്, എന്ന് പറയരുത്. ഫൊഗാറ്റ്, ഫൊഗോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് വിൻ, വിജയിക്കുക അല്ലെങ്കിൽ നേടുക. വിജയിക്കുക അല്ലെങ്കിൽ നേടുക, അതിന്റെ പാസ്റ്റ് ആണ് വോൺ, വോൺ എന്നാണ്, വോൺ. ഇതൊക്കെ ഒരേ സൗണ്ട് പാറ്റേൺ ആണ് അല്ലേ, ഇത് സിമ്പിൾ ആണ്. അതാണ് ചൂസ്, തിരഞ്ഞെടുക്കുക, ചൂസ്. ഇതാണ് ചോസ്, ഐ ചോസ്, ചോസ് തിരഞ്ഞെടുത്തു. അതാണ് വേക്കപ്പ്, വേക്കപ്പ് ഉണരുക, വേക്കപ്പ് ഉണരുക. വോക്കപ്പ് ഉണർന്നു എന്നായി, എന്നാണ് വോക്കപ്പ് ഉണർന്നു എന്നായി. ഓക്കെ, ഇത് ഉണരുക എന്നാണ്. അടുത്താണ് ഗെറ്റപ്പ്, അത് എണീക്കുക. ഇത് ഉണരുക, വേക്കപ്പ്, ജസ്റ്റ് ഐസ് ഓപ്പൺ ചെയ്യുക. മറ്റേ ഗെറ്റപ്പ് ആണ്, എണീക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ വായിച്ച കംപ്ലീറ്റ് ആക്ഷൻ വേർഡ്സ്, വെർബിന്റെ പാസ്റ്റ് ഒരേ സൗണ്ട് പാറ്റേണിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് വായിക്കാൻ വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ കാര്യം ചെയ്യാം, നിങ്ങൾക്ക് കഴിഞ്ഞില്ല, ഇനിയുണ്ട്, അടുത്ത സ്ക്രീനിൽ, അടുത്ത സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരാം, ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 2 സെക്കൻഡ് ഉണ്ട്, യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. എടുത്തല്ലോ, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത സൗണ്ട് പാറ്റേണിലേക്ക് കടക്കാം. അടുത്താണ് ഇവിടെ, യെസ്. ഉണ്ടോ, ഇവിടെ 2 ലൈൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ലൈനിലോ, ഒന്നാമത്തെ ലൈൻ ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, പാസ്റ്റ് ആക്കുമ്പോൾ എ സൗണ്ട് പറയണം, എ സൗണ്ട്, എ. എന്താണ് ഇവിടെ കണ്ടോ, സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു, എ സൗണ്ട്. സിറ്റ് സാറ്റ്, എന്താണ് സിറ്റ് സാറ്റ്. ഓക്കെ, അടുത്താണ് സിംഗ്, പാട്ട് പാടുക, സിംഗ് സാങ്, പാട്ട് പാടി, സാങ് ഇവിടെ കണ്ടോ, എ സൗണ്ട്. സിറ്റ് സാറ്റ്, സിംഗ് സാങ്, സിംഗ് സാങ്. അടുത്താണ് ഡ്രിങ്ക്, കുടിക്കുക, ഡ്രിങ്ക്. ഒന്ന് പറയാ, ഡ്രാങ്ക്, എ സൗണ്ട്, ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് പെപ്സി. ഓക്കെ, ഡ്രിങ്ക്, ഡ്രാങ്ക്, കുടിച്ചു. അടുത്താണ് ഗിവ്, ഗിവ് നൽകുക അല്ലെങ്കിൽ കൊടുക്കുക, നൽകുക അല്ലെങ്കിൽ കൊടുക്കുക. എന്താണ് ഗാവ്, എ സൗണ്ട് ആണ്, ഗാവ്, ഗാവ്, ഗിവ്, ഗാവ്. അതുപോലെയാണ് റിംഗ്, റിംഗ് എന്ന് പറഞ്ഞാൽ ബെല്ലടിക്കുക, റിംഗ്, റിംഗിനാണ് റാങ്, റാങ്. ഇവിടെ കണ്ടോ, സാറ്റ്, സാങ്, ഡ്രാങ്ക്, ഗാവ് ആൻഡ് റാങ്, ബെല്ലടിച്ചു. ഇവിടെ കണ്ടോ, സ്പിറ്റ്, തുപ്പുക, സ്പിറ്റ്. അതിന്റെ പാസ്റ്റ് ആണ് സ്പാറ്റ്, എന്താണ് സ്പാറ്റ്, സ്പാറ്റ്. അതാണ് റൺ, റൺ എന്ന് പറഞ്ഞാൽ ഓടുക, റൺ. അതിന്റെ പാസ്റ്റ് എന്താണ് റാൻ, എ സൗണ്ട്, റാൻ, റൺ, റാൻ. ഇനി അടുത്താണ് സ്വിം, സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക. അതിന്റെ ഭാഷ എന്താണ് സ്വാം, സ്വാം, ഐ സ്വാം, സ്വാം. അടുത്താണ് ഫൊർഗീവ്, ഇത് ഫോർഗീവ് എന്ന് പറയുന്നത്, ഫോർഗീവ്, ഫൊർഗീവ്, ഫൊർഗീവ് നമ്മൾ
forget എന്ന് പറഞ്ഞാൽ മറക്കുക. അതുപോലെ forgive. forgive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക. forgive ക്ഷമിക്കുക. ഇതാണ് forgive. forgive ക്ഷമിച്ചു. forgive. അടുത്താണ് begin. begin ആരംഭിക്കുക. begin എന്താണ് began. began a sound began. ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടോ sat, sang, drank, gave, ran, spat, ran, swam, forgave. അതുപോലെ began എന്നാണ് began. ഇനി അടുത്താണ് ഇവിടെ നമ്മൾ സിറ്റ് സാറ്റ് എ സൗണ്ട് എ. ഇവിടെ എ ഷോർട്ടാണ്, ചെറുത് എ. ഇവിടെ എ, ഇവിടെ എ. നോക്കാം. ഫീൽ. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക. ഫെൽറ്റ് എ. ഫെൽറ്റ് തോന്നി. ഫെൽറ്റ്. ഫെൽറ്റ് ഇവിടെ ഉണ്ടോ? ഫെൽറ്റ് തോന്നി. ഫെൽറ്റ് ഇ ഇ ലെറ്റർ ഇ ആണ്, പക്ഷെ സൗണ്ട് എന്താണ്? ഷോർട്ട് എ. ഇവിടെ എന്താണ്? എ ലോങ് ആണ്, ലോങ് എ. സിറ്റ് സാറ്റ്. ഫീൽ ഫെൽറ്റ്. ഓക്കെ, ഫെൽറ്റ് തോന്നി. പിന്നെ അടുത്താണ് കീപ് വെക്കുക എന്നുള്ളത്. കീപ്. കീപ് ആണ് കെപ്റ്റ്. കെപ്റ്റ്. കെപ്റ്റ് വെച്ചു. കെപ്റ്റ്. അടുത്താണ് സ്ലീപ്പ് ഉറങ്ങുക. സ്ലീപ്പ് അതിന്റെ പാർട്സ് എന്താണ്? സ്ലെപ്റ്റ്. സ്ലെപ്റ്റ്. ഐ സ്ലെപ്റ്റ്. ഐ സ്ലെപ്റ്റ് അറ്റ് 10 o'clock yesterday. ഇന്നലെ ഞാൻ 10 മണിക്ക് ഉറങ്ങി. അതാണ് വീപ്പ്. വീപ്പ് എന്ന് പറഞ്ഞാൽ വീപ്പ്. വീപ്പ് എന്ന് പറഞ്ഞാൽ കരയുക. കരയുക സൗണ്ട് ഇല്ലാതെ നമുക്കറിയില്ല. വീപ്പ് സൗണ്ടോട് കൂടി കരയുമ്പോഴോ നമ്മൾ ക്രൈ എന്ന് പറയും. ക്രൈ. ക്രൈ എന്താണ്? വീപ്പാണ്. വീപ്പ്. വീപ്പിന്റെ പാസ് ആണ് വെപ്റ്റ്. എന്നാണ് വെപ്റ്റ്. വെപ്റ്റ്. അതാണ് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇഴയുക എന്നുള്ള. ഇഴയുക, ഇഴഞ്ഞു പോവുക, ഇഴയുക. ക്രീപ്പ്. ക്രപ്റ്റ് ഇഴഞ്ഞു എന്നായി. ക്രപ്റ്റ്. ക്രപ്റ്റ്. അടുത്താണ് ഫീഡ്. നമ്മൾ ഭക്ഷണം കൊടുക്കൂലേ, ഭക്ഷിക്കുക, ഭക്ഷണം കൊടുക്കൂലേ. ഭക്ഷണം കൊടുക്കുമ്പോൾ ഫീഡ് എന്ന് പറയാം. ഫീഡ്. ഫീഡ് അതിൻ്റെ പാസ്റ്റ് ആണ് ഫെറ്റ്. ഫെറ്റ് എന്നാണ് ഫെറ്റ്. അതാണ് സ്വീപ്പ്. സ്വീപ്പ് അഴിച്ചു വരുക. സ്വീപ്പ്. സ്വീപ്പിന്റെ പാസ്സാണ് സ്വെപ്റ്റ്. സ്വെപ്റ്റ് ഇവിടെ കണ്ടോ? സ്വെപ്റ്റ് എല്ലാം ഒരേ സൗണ്ട് പാറ്റേൺ അല്ലേ. അടുത്താണ് ലീഡ്. ലീഡ് എന്ന് പറഞ്ഞാൽ നയിച്ചു കൊണ്ടുപോവുക. ലീഡ് നയിക്കുക. നയിക്കുക. അപ്പൊ അതിന്റെ പാസ്സാണ് ലെറ്റ്. ലെറ്റ് നയിച്ചു. ലെറ്റ്. ഐ ലെറ്റ് ദ ടീം യെസ്റ്റർഡേ. ഐ ലെറ്റ് ദ ടീം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ടീം നയിച്ചു. അതാണ് ബ്ലീഡ്. ബ്ലീഡ് രക്തം വരുക. ബ്ലീഡ് രക്തം വരുക. ബ്ലഡ്. ബ്ലഡ് രക്തം വന്നു. രക്തം വന്നു. ഇനി അടുത്താണ് ഹോൾഡ്. ഹോൾഡ്. ഹോൾഡ് പിടിച്ചു വെക്കുക. ഹോൾഡ്. ഹോൾഡിന്റെ പാസ്റ്റാണ് ഹെൽഡ്. 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 അപ്പോൾ ഈ കാണുന്ന ഈ സൈഡിലെ കംപ്ലീറ്റ് വെർബിന്റെ പാസ്റ്റ് സെയിം പാറ്റേണിൽ എവിടെ ഉണ്ടോ? ഫെൽറ്റ്, കെപ്റ്റ്, സ്ലെപ്റ്റ്, വെപ്റ്റ്, ക്രപ്റ്റ്, ഫെഡ്, സ്വെപ്റ്റ്, ലെഡ്, ബ്ലഡ് ആൻഡ് ഹെൽഡ്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ സ്ക്രീനിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 1 minute. ഇനി എടുത്തോളൂ. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ദാറ്റ്സ് ഫൈൻ. ഇനി നമ്മൾ മൂന്നാമത്തെ സ്ക്രീനിലേക്ക് കിടക്കാം. തേർഡ് സ്ക്രീൻ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സ്ക്രീനാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ സൈഡിൽ, ഈ ഒന്നാമത്തെ സൈഡിൽ കാണുന്നതാണ് ഇവിടെ ഊ സൗണ്ടാണ്. ഊ. ഊ എന്താണ്? ഊ സൗണ്ട്. ഫ്ലൈ. ഫ്ലൈ പറക്കുക. എന്താണ്? ഫ്ലൂ പറന്നു. ഫ്ലൂ. ഊ സൗണ്ട്. ഫ്ലൂ പറന്നു. അതുപോലെ ഡ്രോ. ഡ്രോ വരക്കുക. അപ്പോൾ വരച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രൂ. ഊ സൗണ്ട്. ഊ. ഫ്ലൈ, ഫ്ലൂ. ഡ്രോ, ഡ്രൂ. ഇനി അടുത്താണ് നോ. നോ എന്നല്ല, അറിയാം, അറിയുക, അറിയാം. ന്യൂ. ന്യൂ അറിഞ്ഞു, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു. അറിഞ്ഞു. ന്യൂ. അടുത്താണ് ത്രോ. ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക. അപ്പോൾ എന്തായി? ത്രൂ എറിഞ്ഞു. ത്രൂ എറിഞ്ഞു. അടുത്താണ് ബ്ലോ. ബ്ലോ. ബ്ലോ ഊതുക, അല്ലെങ്കിൽ വീശുക, അല്ലെങ്കിൽ വീശി പറത്തുക എന്നൊക്കെ മീനിങ് ഉണ്ട്. എന്തൊക്കെയാണ്? ബ്ലോ ഊതുക, വീശുക, അല്ലെങ്കിൽ വീശി പറത്തുക എന്നൊക്കെ മീനിങ് ഉണ്ട്. ബ്ലോ, ബ്ലൂ ഊതി.
അല്ലെങ്കിൽ വീശി പറത്തി എന്ന് പറയാം. ബ്ലൂ. അടുത്താണ് ഗ്രോ വളരുക. ഗ്രോ വളരുക. അതിൻ്റെ പാസ്റ്റാണ് ഗ്രൂ വളർന്നു. ഗ്രൂ വളർന്നു. അടുത്താണ് വിഡ്രോ എന്നാൽ പിൻവലിക്കുക. എന്തായി? വിഡ്രൂ പിൻവലിച്ചു. വിഡ്രൂ കണ്ടോ? ഡ്രൂ സൗണ്ടാണ്. അതാണ് ടേക്ക് എടുക്കുക. ടേക്ക് ടുക്ക് സൗണ്ട്. ടുക്ക് എടുത്തു. അതുപോലെ ഷെയ്ക്ക് ഇളക്കുക എന്നല്ല. ഷെയ്ക്ക് അതിൻ്റെ പാസ്റ്റാണ് ഷുക്ക്. സൗണ്ട്. ഷുക്ക് ഇളക്കി. അതുപോലെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക. അണ്ടർസ്റ്റുഡ് സൗണ്ട്. അണ്ടർസ്റ്റുഡ്. ഇവിടെ നമുക്ക് ഫ്ലൂ, ഡ്രൂ, ന്യൂ, ത്രൂ, ബ്ലൂ, ഗ്രൂ. ഓക്കെ. വിഡ്രൂ, ടുക്ക്, ഷുക്ക്, അണ്ടർസ്റ്റുഡ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ സെയിം ആണ്. ഇവിടെ മാറ്റില്ല. നോ ചേഞ്ച്. എന്തില്ല? ചേഞ്ച് ഇല്ല. അത് നോക്കാം ഏതൊക്കെയാണല്ലോ. സ്പെല്ലിങ്ങും സെയിം ആണ്. അതുപോലെ ഉച്ചാരണവും സെയിം ആണ്. സെയിം സ്പെല്ലിംഗ്, സെയിം സൗണ്ട്. ഓക്കെ. നോക്കാം. കട്ട് ഇതിൽ ഒന്ന് മാത്രം മാറ്റമുണ്ട് പറയാം. കട്ട് ചെയ്യുക, മുറിക്കുക. അതുപോലെ മുറിച്ചതാണെങ്കിലോ അതിന് നമ്മൾ കട്ട് എന്ന് പറയാം. കട്ട് എന്ന് പറയുന്നത് ഐ കട്ടഡ്. നോ ഐ കട്ട്. അതുപോലെ വെക്കുക. അതിന്റെ പാസ് പുട്ടഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പുട്ടഡ്. സെയിം പുട്ട്. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ സ്പെല്ലിംഗ്സ് ആർ സെയിം. സ്പെല്ലിംഗ് എന്നാണ് സെയിം ആണ്, പക്ഷെ സൗണ്ട് സെയിം അല്ല. ഇവിടെ നമ്മൾ റീഡ് വായിക്കുക. വായിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ റീഡ് എന്ന് പറയുന്നത് റെഡ്. ഉച്ചാരം റെഡ് ആണ്. സ്പെല്ലിംഗ് എന്താണ്? READ. റീഡ്. I read a book yesterday. അപ്പോൾ ഇവിടെ യെസ്റ്റർഡേ വന്നല്ലോ, ഇന്നലെ യെസ്റ്റർഡേ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി ഇത് സ്പെല്ലിംഗ് എന്താണ് റീഡ് ആണെങ്കിലും ഇതിൻ്റെ ഉച്ചാരം റെഡ് ആണ്. കാരണം യെസ്റ്റർഡേ ഇന്നലെ വന്നു. അതുപോലെ ഹിറ്റ് എന്നാണ് അടിക്കുക അല്ലെങ്കിൽ കുത്തുക. ഓക്കെ. അടിക്കുക. അപ്പോൾ അടിക്കുക. ഹിറ്റ് അടിച്ചു ആണെങ്കിലോ ഹിറ്റ്. സെയിം. ഹിറ്റ്. അതുപോലെ സെറ്റ് സ്ഥാപിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്ന് പറയും. സ്ഥാപിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. അപ്പൊ ക്രമീകരിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ സ്ഥാപിച്ചു എന്ന് പറയണം. സെയിം ആണ്. സെറ്റ്. അതുപോലെ ഷട്ട് അടക്കുക. അടച്ചതോ അതും സെയിം ആണ്. ഷട്ട്. അതുപോലെ ഹേർട്ട് എന്നതാണ് വേദനിപ്പിക്കുക എന്നാണ്. ഹേർട്ട്. അപ്പൊ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോഴോ അപ്പോഴും ഹേർട്ട് എന്ന് പറയാം. ഹേർട്ട്. He hurt my leg. അവൻ എൻ്റെ കാൽ വേദനിപ്പിച്ചു. ഹേർട്ട്. അടുത്താണ് കാസ്റ്റ്. ഇത് ആ ജാതി എന്നുള്ള കാസ്റ്റ് അല്ല. അവിടെ വരുന്നുണ്ട് ലാസ്റ്റ്. CAST വരുന്നുണ്ട്. ഇവിടെ വരുന്നില്ല. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എറിയുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ രേഖപ്പെടുത്തുക. എന്താണ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞല്ലേ? I cast my vote. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി. ഓക്കെ. അപ്പോൾ എറിയുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക. കാസ്റ്റ് സെയിം ആണ്. രേഖപ്പെടുത്തിയവൻ സെയിം. അതാണ് കോസ്റ്റ് വില അല്ലെങ്കിൽ ചിലവ് വരിക. കോസ്റ്റ്. അപ്പോൾ ചിലവ് വന്നതാണെങ്കിലോ കോസ്റ്റിന്. ഞാൻ പറയാണ് ഇതിന് 100 രൂപ ചിലവ് വന്നു. എങ്ങനെ പറയാം? ഇറ്റ് കോസ്റ്റ്. അപ്പോൾ ഇത് വേണം. ഇറ്റ് കോസ്റ്റ് 100 rupees. ഇതിന് 100 രൂപ ചിലവ് വന്നു. അടുത്താണ് സ്പ്രെഡ്. പരത്തുക. സ്പ്രെഡ്. അതിൻ്റെ പാസും സെയിം ആണ്. സ്പ്രെഡ്. അതുപോലെ ബേസ്റ്റ് പൊട്ടുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. അതിൻ്റെ പാസ് എന്നാണ് സെയിം ആണ്. ബേസ്റ്റ്. ദ ബലൂൺ ബേസ്റ്റ്. ഓക്കെ. പൊട്ടിത്തെറിക്കുക രണ്ടും സെയിം ആണ്. ക്ലിയർ? അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഇതിപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. വളരെ കുറച്ചുള്ളൂ. ഒരുപാട് വെർബ്സുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 48, 49,
51, 52, 5 അല്ലെങ്കിൽ 6ഓളം പേജുകൾ കംപ്ലീറ്റ് എന്താണ് വെർബ്സുകളാണ്. ഇത് നിങ്ങൾ ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിക്കണം. ഇതിൻ്റെ പ്രസൻറ്റ് വായിക്കുക, അതുപോലെ കഴിഞ്ഞു പോയത് പാസ്റ്റും വായിക്കുക. Now you can take a screenshot. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു എവ്രിവൺ.